ബാബിന്റെ മോളായാ ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് നെസു ബേബിയുടെ ഉമ്മമ്മാനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. എവിടെ പോണ്? ദുബൈയിലല്ല, കണ്ണൂർ എയർപോർട്ടിൽ. എന്ത് കാണാനാണ്? പ്ലെയിന് കാണൂല ഇങ്ങോട്ട് അല്ലേ? നല്ല ബട്ടർഫ്ലൈനും തലയിൽ വെച്ചിട്ടുള്ള ആള് കണ്ടിട്ട് നമ്മള് മിന്നാതെ എക്സിബിഷൻ പോയ സമയത്ത് വാങ്ങിയാണത്. കുറച്ച് വലുതാണ്. മർസി പറഞ്ഞ് എന്തായാലും നല്ല രസാന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല രസം ഉണ്ടാവുന്ന പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. പക്ഷെ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല, വലുതാന്നൊന്നും തോന്നില്ല അല്ലേ? കറക്റ്റ് തന്നെ, വലിയ പ്രശ്നമില്ല. കുറച്ച് അപ്പൊ നമ്മളിപ്പോ പോകുന്ന സമയത്ത് തന്നെ മസീബിന് സാഗരാനെയും കൂട്ടുന്നുണ്ടോ. സാഗരാന്റെ വീട്ടിലാണ് മസീബ് ഉള്ളത്. അപ്പൊ നമ്മള് മറ്റേ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്തും മസീബ് സാഗരം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്രാവശ്യം കൂട്ടാൻ പോകുമ്പോ റുദ ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ റുദ വന്നിട്ടില്ല. ചിലപ്പോ ഇൻഷാല്ലാ ഇന്നോ നാളെയായിട്ട് വരും. ചടങ്ങും കാര്യം വരുന്നല്ലേ. അപ്പൊ 1:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 12 മണിയായി. കുഴപ്പമില്ല, ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ഫുഡൊക്കെ കഴിച്ചിട്ടാ പോകുന്നത്. എന്തേ? നമ്മള് ഒരിക്കൽ പോകുന്ന സമയത്ത് വഴി തെറ്റിപ്പോയി. പിന്നെ പോകുന്നത് കുറച്ചൊരു 1/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് പോയി. ഈ പ്രാവശ്യം ലേറ്റ് ആയിട്ട് അതല്ലേ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യുന്നല്ലേ. പോവാ ആ സീറ്റ് ഊരിയാ നീ? അറിയില്ല, ജസ്റ്റ് ആ ബെൽറ്റ് ഊരിയാ മതി. വെച്ചേ. നമ്മളിത് ശരിക്കും പറഞ്ഞാല് 1 ദിവസം ഇടും, 2 ദിവസം ഊരി വെക്കും, പിന്നെ ആദ്യം ഇടും, പിന്നെ ഊരി വെക്കും. ഇന്നിപ്പോ എന്തായാലും ഇട്ടാ ശരിയാവില്ല. നമുക്ക് ബാക്കില് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി പറ്റൂല. ഉമ്മിനെ കൂട്ടാണ്ട് പോയാലോ നമ്മളെ? ഉമ്മിനെ കൂട്ടാണ്ട് പോവാന്ന് കൂട്ടണാ? എന്തിനാണ്? പാവ പറഞ്ഞു പറയിപ്പിക്ക്. കേറിക്കാന്ന് പറയും. മസീഫു സായറി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. കേറിക്കാ. വടി ബാക്കിൽ വെക്കേണ്ടി വരൂലേ? അതിനെ തിരക്ക് അടിക്ക് പറഞ്ഞു. ഇത് കുറച്ച് അങ്ങോട്ട് ഇരിക്കും. ബാബി ഇരിക്കട്ടെ. നിങ്ങ നേരത്തെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാ? സായിറാനോട് നിങ്ങ നേരത്തെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാ? മഴയും കൊണ്ട് നിന്നിങ്ങനെ നല്ല മഴയല്ലേ? ഇപ്പാന്ന് കൊറച്ച് കുറഞ്ഞത്. ഇന്ന് രാവിലെ മുതലേ നല്ല മഴ ഉണ്ടായിന്. 6 മണിക്ക് ഇന്ന് 9 മണിയായിട്ട് വിളിക്കുന്നു. നമ്മ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. നിങ്ങളത് ആയോ ചോദിച്ചിട്ട്. നമ്മ എന്തേലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതേ ഇല്ലു. ചായ എല്ലാം കുടിക്കാൻ വേണ്ടി. നെസു ബാക്കിലേക്ക് പോയാ? നെസു ബാക്കില് 6 മണിക്ക് തന്നെ വിളിച്ചെണീപ്പിച്ചു പോലെ. ഇതവിടെ വെച്ചേ. ബാബിന്റെ മോളായാ? മറ്റേ എപ്പം മുന്നിൽ വന്നിരിക്കുന്ന ആളാണ്. വെറുതെ എന്നിട്ട് ഓളെ നോക്കിട്ട് വെറുതെ ചിരിക്കുന്നു. ബാബിന്റെ മോളായാ? ഇങ്ങോട്ട് വരുന്നില്ലാന്നാ പറഞ്ഞേ. നമ്മളെ ലൈഫിൽ ഒരു ബേബി കടന്നു വരുമ്പോൾ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ബേബിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈസ്, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ, ലീക്കേജ് ഇവയൊന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബേബിക്ക് റാഷസും കാര്യങ്ങളൊക്കെ വരും. റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ലീക്കേജും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബേബിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഡയപ്പറിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുക
നോക്കുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്ക് ആവാനുള്ള ചാൻസസേ ഇല്ല. പിന്നെ ഇത് 12 hours ലോങ് ലാസ്റ്റിംഗ് ആട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർ കംഫർട്ടബിളും കൂടിയാണ്. പിന്നെ സ്കിൻ കെയർ നോക്കുകയാണെങ്കിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്. അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അലോവേറ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 0 ഇറിറ്റേഷൻ ആണ്. ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ യെല്ലോ കളർ മാറി അന്നേരം ബ്ലൂ ലൈൻ ആവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ബാക്കിൽ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമുക്കിത് ഡിസ്പോസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഈ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിന്റെ ഓരോ മന്തിലും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മ മൂന്നാള് ഉമ്മിയും ഞാനും സായറിയും നെസും എല്ലാം ഭയങ്കര തിക്കാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഫ്രണ്ടിലിരുന്നത്, മസീഫിനെ ബാക്കിലാക്കിയത്. അതന്നെ പറഞ്ഞത് അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് അവിടെ കോഴിക്കോട് എത്തിയിട്ടാകുമ്പോ അപ്പുറം ഇപ്പുറം ഇരിക്കാനുള്ള കണ്ണൂര് കോഴിക്കോട് എന്ന് പറഞ്ഞല്ലേ, അപ്പുറം ഇപ്പുറം ഇരിക്കാനുള്ള ആ ഒരു ഇത് ഇതാണ്ടാലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പിൽ തന്നെ ഇരുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഇക്കാക്കേന്ന് എപ്പോ മുന്നിലിരിക്കല്ലേ കേട്ടാ. പ്ലെയിനിലല്ല ഉപ്പ വിളിക്കുന്നുണ്ടോ. ഉപ്പാക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടാവല്ലേ. ചിക്കൻ നഗറ്റ്സ് എല്ലാം ഉണ്ടല്ലോ മോളെ പൊരിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടേ നെസുവിന് നല്ല ഇഷ്ടായി കേട്ടാ. അതുകൊണ്ട് മിമ്മിയോ മിമ്മി അല്ലല്ലോ, ചിക്കൻ ചിക്കൻ നഗറ്റ്സും ചിക്കനും മിമ്മിയും ഉണ്ട്. പിന്നെന്ത് കുഞ്ഞു ബർഗർ പോലും എല്ലാം ഒക്കെ ഫ്രൈ ആക്കിട്ട് തിന്നാനെന്നാ പറയുന്നത്. മസീബ് ഉണ്ട്, ബാക്കിലുണ്ട്. ആ 3 നെസുല്ലോണ്ട് നമുക്ക് 3 ബാക്കിലിരിക്കാൻ കഴിയില്ലല്ലോ, അവിടെ ഫ്രണ്ടിലിരുന്ന്. എത്ര മണിക്കാ വിട്ടത്? അമ്മ ആ സമയമാകുമ്പോ എത്തും. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചല്ല കറക്റ്റ് ടൈമിന് നമ്മൾ എത്തിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വിട്ട് നമ്മള് അതെയാ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടല്ലോ ഒരു ഹായ് പറഞ്ഞോ. വ്ളോഗ് എടുക്കുന്നുണ്ട്, ഒരു ഹായ് പറ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. നമ്മള് എത്തിയേട്ടാ. നമ്മള് ഇതിന്റെ എയർപോർട്ടിന്റെ ഉള്ളിൽ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട്. നല്ല മഴ പെയ്യാനും ആയിട്ടുണ്ട്. നോക്കുക ഫുള്ള് കാർമേഘായിട്ടുള്ളത്. മഴയുണ്ട്. പക്ഷെ അതിന് ശേഷം മഴ ഉണ്ടായിട്ടില്ലല്ലോ, നമ്മൾ അവിടുന്ന് വിട്ടതിന് ശേഷം. ഇപ്പൊ ഇന്ന് മഴ പെയ്യാൻ വേണ്ടിട്ട് ഉമ്മാമുണ്ട്. ഓർത്തു ഉമ്മാമ എവിടെയാ? നമ്മള് നെസ് ബേബിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് മാത്രം
എന്തടി രണ്ടെണ്ണം നെസുവിന്റെയും കൊടുത്തിട്ട് ബാക്കി മൊത്തം മസീബ തീർത്ത്. ഉമ്മാമനെ കണ്ടപാട് ഹഗ് ചെയ്യണേ, അസ്സലാമു അലൈക്കും പറയണേ. ഓടിപ്പോയിട്ട് ഉമ്മാ പറയണേ. എന്താ പറയാ? 1:45 എത്തിയിട്ടുണ്ടാവും. ഉപ്പ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിന്, അപ്പൊ ലഗേജ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എല്ലാം എടുത്ത് ചെലപ്പോ പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചെലപ്പോ വൈഫൈയോ അങ്ങനെ എന്തോ ആയിരിക്കൂലേ. കട്ടായിന്ന പറഞ്ഞ റീചാർജ് ചെയ്യണം. എക്സിബിഷന് കാണാൻ പോയാണ് ഗൈസ്. 50 രൂപ എടുത്തിട്ടുള്ള പരിപാടിയാണ്. അതെ, നമ്മള് കൊറേ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായി ഒരു സംഭവം. ഇവിടെ ഇപ്പൊ 3 ഇതാക്കിനല്ലേ ടോൾ ബൂത്ത്. ആദ്യം 2 ഉണ്ടായിട്ടുള്ളൂ. പൈസ കുറെ കിട്ടുന്നുണ്ടാവും. ഇപ്പൊ എല്ലാവരും പൈസ വാങ്ങുന്നുണ്ടല്ലോ. പറഞ്ഞില്ല ഓരെ വിട്ടത്. ടൈമിങ് ഉണ്ടാവില്ലായിരിക്കും, എന്തായാലും 50 ആയിരിക്കും. ഇനി മറ്റേ ഇടത്തേക്ക് പോയേക്കല്ല, റിവലിന്റെ അടുത്ത് തന്നെ നിർത്തണേ. അരിവാളല്ല ചളി വെറുത്ത പറയല്ലേ. ഞെതിർക്കും മന അന്ന് നമുക്ക് അതിന്റെ പ്രശ്നം കൂട്ടാൻ വേണ്ടി പോയരോ. എന്താ അമ്മക്ക് എത്തിയിട്ടുണ്ടാവും, പുറത്ത് നിക്കുന്നുണ്ടാവും ചെലപ്പോ നമ്മളീ വെയിറ്റ് ചെയ്തിട്ട്. ഉമ്മ ഇറങ്ങിന്ന് തോന്നുട്ടാ. ഓടിപ്പോയേ മമ്മന്റെ അടുത്ത് ഓടിപ്പോയേ. അതാ ഉമ്മാന്ന് വിളിച്ചു. അതാ 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 ഉമ്മ വരുന്ന. ഓടിപ്പോ. അസ്സലാമലൈക്കും. അവര് ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നട്ടാ. സന്തോഷായ സന്തോഷായ ഉപ്പ വിളിച്ചിനിപ്പോ. ഞാൻ ഇവിടെ ഇങ്ങനെ കൊറേ നോക്കി, പക്ഷെ നിങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നൂനതീർക്ക പറഞ്ഞത് എനിക്ക് കൊറേ സമയം അയക്കുന്നേ. നിങ്ങൾ ലഗേജ് എടുക്കുമ്പോ ഇപ്പൊ വിളിച്ചിന്. കൊള്ളൂലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിനെല്ലാർന്ന്. ഇതുള്ളിൽ വെക്കാന്നാല് ബാഗ് ഇതുള്ളിൽ വെച്ച ഇതുള്ളിൽ വെക്കേണ്ടതല്ലേ? ഇതുള്ളിൽ വെച്ചോ. നെസൂന് ഭയങ്കര നാണക്കെടാട്ടാ ഉള്ളത്. വീഡിയോ കോൾ ചെയ്യോ, പക്ഷെ എന്നാലും ഡയറക്റ്റ് 1.5 മാസയിലേ കാണാത്ത. അതുകൊണ്ട് അമ്മ ഭയങ്കര നാണക്കെട് അല്ലേ? ശരിയായാ? ഇപ്പൊ ശരിയായാ? നമുക്കിനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തണം അല്ലേ? സെറ്റാക്കാം. നമ്മള് ഉപ്പ വരുമ്പോ ആയാലും ഉമ്മ വരുമ്പോ ആയാലും നമ്മളെ ഏരിയയിൽ എത്തിയാലും മാത്രമേ ഫുഡ് കഴിക്കൂ അല്ലേ? ഇവിടുന്ന് നമ്മ അങ്ങനെ കഴിക്കില്ല. പാപ്പിൻശ്ശേരിയിൽ നിർത്താന്നാ വിചാരിക്കുന്നത്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയട്ടാ. ഫുഡെല്ലാം കഴിച്ച് ഫിനിഷാക്കി. ബിരിയാണിയും നോർമൽ ചോറ് കഴിച്ച് നമ്മള് ബിരിയാണി കഴിച്ച്. അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഗൈസ്. സമയത്തിനായി 4 മണിയായല്ലേ? മസീഫിനെ നമ്മളവിടെ അപ്പുറത്ത് ഇറക്കി കേട്ടോ. മസീഫിന്റെ വണ്ടി എടുത്തിട്ടില്ല. വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ കൂട്ടിയതല്ലേ ഇവരാ.
പുതിയ ബാഗെല്ലാം കിട്ടിയ വർഷക്ക് നമ്മളെ കുറച്ച് പ്രിയപ്പെട്ട സാധനങ്ങളുണ്ട് അത് നമ്മള് പറയാ കാണിച്ചു തരാം. അപ്പൊ നമ്മള് അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്താൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് ലേറ്റ് ആയി, കാരണം ബ്ലോക്കും ഇതൊക്കെ ഉണ്ടായിന്നല്ലേ. അപ്പൊ വൈകിട്ട് എടുക്കാൻ ലേറ്റ് ആയി. മർസിക്കല് പെട്ടി വിളിക്കാനുള്ള തിരക്കുണ്ടായി. മർസിന്റെ കൊറേ സാധനം ഉണ്ട് കേട്ടോ അതില്. മെയിൻ ആയിട്ട് മേക്കപ്പിന്റെ മേക്കപ്പിന് കൊറേ സാധനം അവിടുന്ന് ഇവിടെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഉമ്മ പോയത് തന്നെ ഇവിടെ സാധനം വാങ്ങാൻ പോയവരെ ഉള്ളത്. അതുപോലെ ഏകദേശം ഒരു 20 കിലോ 15 കിലോ ഇവിടെ സാധനം തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം അടിപൊളി അടിപൊളി സാധനം ഇവിടെ കൊറേ ആയി പറയുന്നത് അങ്ങനത്തെ വാങ്ങണം എന്നൊക്കെ. നമ്മൾ ഇവിടെ ഒറിജിനൽ കിട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് പറയാനില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒറിജിനൽ സാധനം തന്നെ കിട്ടുള്ളൂ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മ വരുമ്പോ ഉമ്മാനോട് ഞാൻ കൊറേ സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നമ്മളെ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് കേട്ടാ. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതെല്ലാം വെച്ചിട്ട് എന്റെ മേത്ത് ട്രയൽ ചെയ്യണം. ട്രയലല്ല, ട്രയലൊന്നും ചെയ്യൂല. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ട്രയലൊന്നും ഇല്ല. പിന്നെ ഇനി എന്താ പരിപാടി കുറച്ച് ഇനിയിപ്പോ വെച്ചാല് സായർ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും അല്ലെ, ഉണ്ടാവും പറഞ്ഞോള്. സായരം കുറെ ആയാലും ഇവിടെ ഇല്ലാത്ത. പിന്നെ റുദ 2 ദിവസം ഇങ്ങനെ വരും. പിന്നെന്താ പിന്നെ അതൊക്കെ തന്നെ എല്ലാരും കൂടിയിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പെട്ടി പൊളിച്ചിട്ട് വിട്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരും. ബൈ.